മാത്രം ആക്രമിച്ച ഒരു കാലം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അച്യുതാനന്ദൻ ഞങ്ങളെ ഇട്ട് ദ്രോഹിക്കുകയായിരുന്നു. അതിനുള്ള മധുര പ്രതികാരമാണ് ലീഗ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് വിജയമാണ് കേരളത്തിൽ നേടിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലീഡർഷിപ്പ് കൊടുക്കുന്ന വിജയം. ഈ വിജയം കേരളത്തിലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് സാധാരണക്കാരുടെ ഗുണത്തിനു വേണ്ടിയും സംസ്ഥാനത്തിന്റെ ഗുണത്തിനു വേണ്ടിയും സംസ്ഥാനത്ത് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ലീഗ് സ്ഥാനാർത്ഥികൾക്ക് മലപ്പുറം ജില്ലയിൽ കിട്ടിയ റെക്കോർഡും വലിയ ഒരു അത്ഭുതകരമായ പ്രതികാരത്തിന്റെ ഒരു വികാരം ഉൾക്കൊള്ളുന്ന അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ മുഴുവൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളും അതുപോലെ ലീഗിന്റെ സ്ഥാനാർത്ഥികളും UDF സ്ഥാനാർത്ഥികളും വലിയ പോരാട്ടമാണ് നടത്തിയത്. നിർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് കേവലം 2 സീറ്റിൽ പിറകിൽ നിൽക്കുന്നത്. അന്തിമ ഫലം എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും ശരി, UDFന്റെ തകർപ്പൻ വിജയം ജനങ്ങളുടെ നന്മക്ക് വേണ്ടി ഉപയോഗിക്കും. ചോദിച്ചോളി എന്നല്ല പറഞ്ഞ അത് പിടിക്കാൻ പറ്റിയില്ല. ഒന്നെന്താ ചേക്കുട്ടിക്ക് ഇനി രംഗം ഒന്ന് കാണാം. എന്തൊരു മുത്തായത്. ഞാൻ കുഞ്ഞാലിക്കുട്ടി ആളെ കണ്ടിട്ട് ലീഗ് പ്രവർത്തകർ ഈ വിജയം മലപ്പുറം ജില്ലയിലുണ്ടായിരിക്കുന്ന വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വീടിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. എല്ലാ ഭാഗത്തും, ജില്ലയുടെ എല്ലാ ഭാഗത്തും UDF പ്രവർത്തകരുടെ ആവേശ പ്രകടനങ്ങൾ നടന്നുകൊണ്ട് വരികയാണ്. മലപ്പുറം ജില്ലയിൽ 2 സീറ്റുകളിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും UDF സ്ഥാനാർത്ഥികൾ ഏതാണ്ട് വിജയത്തിന്റെ വിജയിച്ചതായി പ്രഖ്യാപിക്കാനായിട്ട് അവസാനമായിട്ടുള്ള ഇതിൽ മാത്രമാണുള്ളത്. വേഗതയിൽ